നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടറ്റിൻ്റെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണെന്ന്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയൊന്നുമല്ല. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇരുമ്പിന്റെ പ്രധാന അയിരിന്റെ പേര്. ബോക്സൈറ്റ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറൈറ്റ്സ്, ഹേമറ്റൈറ്റ്. ആൻസർ ഡി ആണ്, ഹേമറ്റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പീരിയോഡിക് ടേബിളിലെ അതായത് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? ഗ്രൂപ്പ് 14, 7, 18, 10. ആൻസർ സി ആണ്, 18. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. സിമന്റ്, സിലിക്ക, ബേക്കലൈറ്റ്, പോളിത്തീൻ. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ്, സിലിക്ക. അടുത്ത ക്വസ്റ്റ്യൻ. വ്യാവസായികമായി സൾഫൂറിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വ്യാവസായികമായി സൾഫൂറിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതായിരിക്കും? വനേഡിയം പെന്റോക്സൈഡ്, ഇരുമ്പ്, ഫോസ്ഫോറിക് ആസിഡ്, പ്ലാറ്റിനം. ആൻസർ എ ആണ്, വനേഡിയം പെന്റോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 8, 10, 32, 24. ഏതായിരിക്കും എന്നിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം? ആൻസർ സി ആണ്, 32. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണെന്ന്. ചാൾസ് നിയമം, ജൂൾസ് നിയമം, അവഗാഡ്രോ നിയമം, ബോയിൽസ് നിയമം. ഏതായിരിക്കും? കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഡി ആണ്, ബോയിൽസ് നിയമം. അടുത്ത ചോദ്യം. ഊതി വീർപ്പിച്ച് അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്ന്. ഊതി വീർപ്പിച്ച ബലൂൺ കുറെ നേരം കഴിഞ്ഞാൽ വെയിലത്തിട്ട് കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? വികസിച്ചിട്ട് അത് പൊട്ടും. അതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണെന്ന്. ഏത് നിയമമായിരിക്കും? ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ജൂൾസ് നിയമം, ബോയിൽസ് നിയമം. ഏതായിരിക്കും? ആൻസർ എ ആണ്, ചാൾസ് നിയമം. അടുത്ത ചോദ്യം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അൽനിക്കോ, ഉരുക്ക്, വാർപ്പിരുമ്പ്, പച്ചിരുമ്പ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണെന്ന്. ഏതാണ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? ആൻസർ ഡി ആണ്, പച്ചിരുമ്പ്. അടുത്ത ചോദ്യം. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? സോഡിയം, കോപ്പർ, ഇരുമ്പ്, കാൽസ്യം. ആൻസർ ഏതായിരിക്കും? ജിപ്സം. ആൻസർ ഡി ആണ്, കാൽസ്യം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം. ബൊട്ടാനിക്കൽ ഗാർഡൻ, ബയോസ്ഫിയർ, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതം. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ഉളിപ്പല്ല്, ചവർണകം, കോമ്പല്ല്, അഗ്രചവർണകം. ആൻസർ സി ആണ്, 2ഉം 4ഉം. ഏതാണ് 2? ചവർണകവും അതുപോലെ തന്നെ അഗ്രചവർണകവും. അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി. ഏതായിരിക്കും? വൈറ്റമിൻ ഡി ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട, നെല്ല്, പയറ്, തെങ്ങ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ആൻസർ എ ആണ്, വെണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് ഡാഷ്. കോശദ്രവ്യം, അന്തർദ്രവ്യ ജാലിക, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ തരം. കോശദ്രവ്യം, അന്തർദ്രവ്യ ജാലിക, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്തരം. ഏതായിരിക്കും ആൻസർ?
ആൻസർ സി ആണ്, പ്ലാസ്മോഡെസ്മാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി. ഏതായിരിക്കും? വൈറ്റമിൻ എ ആണല്ലേ. ഓപ്ഷൻ എ, വൈറ്റമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വന നയം നിലവിൽ വന്ന വർഷം? 1998, 1986, 1982, 1988. ആൻസർ ഡി ആണ്, 1988. ക്വസ്റ്റ്യൻ, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? IUCN, SPCA, WWF, UNEF. ഏതായിരിക്കും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന? ഏതായിരിക്കും? ആൻസർ എ ആണ്, IUCN. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? പാങ്ക്രിയാസ്, കരൾ, തൈമസ്, പിറ്റ്യൂട്ടറി. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, കരൾ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? കെരാറ്റിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, ഫൈബ്രിനോജൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണെന്ന്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണെന്ന്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം, ഖേഡെ സമരം, നിസ്സഹകരണ സമരം. ഏതായിരിക്കും? ആൻസർ എ ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണെന്ന്? ശാശ്വത ഭൂനികുതി നിയമം, ദത്തവകാശ നിരോധന നിയമം, വെർണക്കുലർ പത്ര നിയമം, റൗലത്ത് നിയമം. ഏതായിരിക്കും ആൻസർ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം? ആൻസർ ഡി ആണ്, റൗലത്ത് നിയമം. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണെന്ന്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്. ആരായിരിക്കും? ആൻസർ ഡി ആണ്, ഉദ്ധം സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണെന്ന്? ഓപ്ഷൻസ്: ഗാന്ധിജി, അംബേദ്കർ, ദാദാഭായ് നവറോജി, നെഹ്റു. ആരായിരിക്കും? ആൻസർ ബി ആണ്, അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണെന്ന്? അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, ആനി മസ്ക്രിൻ. ആരായിരിക്കും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി? ആൻസർ സി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്ന്? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, KM പണിക്കർ, SN ഭട്നാഗർ. ആരായിരിക്കും? ആൻസർ ബി ആണ്, VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം? വിദ്യാഭ്യാസത്തെ സാംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ്: കൊൽക്കത്ത, ബാംഗ്ലൂർ, ന്യൂഡൽഹി, ചെന്നൈ. ആൻസർ സി ആണ്, ന്യൂഡൽഹി. അടുത്ത ചോദ്യം, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം എന്നായിരിക്കും? ആൻസർ ഡി ആണ്, 1986, 1986. അടുത്ത ക്വസ്റ്റ്യൻ,
രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡോക്ടർ ലക്ഷ്മി സ്വാമി മുതലിയാർ കമ്മീഷൻ, ഡോക്ടർ DS കോതാരി കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ. ഏതായിരിക്കും? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണ്? ആൻസർ സി ആണ്, ഡോക്ടർ DS കോതാരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനാവില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനാവില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണെന്ന്? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു. ആരായിരിക്കും? ആൻസർ ബി ആണ്, ഗാന്ധിജി. അടുത്ത ചോദ്യം, സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാ അധ്യാപകർക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനാകും എന്ന് വാദിച്ചത് ആരാണെന്ന്? നോം ചോസ്കി, ബന്ദൂർ, ബ്രൂണർ, വൈഗോസ്കി. ആരായിരിക്കും? സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാ അധ്യാപകർക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനാകും എന്ന് വാദിച്ചത് ആരാണ്? ആൻസർ ഡി ആണ്, വൈഗോസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, തുടർ മൂല്യനിർണയം അതായത് CE സംബന്ധിച്ച ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏതാണെന്ന്? പഠനത്തിന് ശേഷം നടത്തേണ്ട പ്രക്രിയ, പഠന കാലയളവിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രക്രിയ, പഠന ഉൽപ്പന്നത്തെ മാത്രം അടിസ്ഥാനമാക്കി നടത്തേണ്ട പ്രക്രിയ, പഠനത്തോടൊപ്പം നടത്തേണ്ട പ്രക്രിയ. ഏതായിരിക്കും ആൻസർ? പഠനത്തോടൊപ്പം നടത്തേണ്ട പ്രക്രിയ. ഓപ്ഷൻ ഡി ആണ് അല്ലേ? പഠനത്തോടൊപ്പം നടത്തേണ്ട പ്രക്രിയയാണ്. അടുത്ത ചോദ്യം, ഒരു പഠന വക്രത്തിൽ കോൺവെക്സ് വക്രം സൂചിപ്പിക്കുന്നത്? ധനപര പഠനവക്രം, ഋണപര പഠനവക്രം, ബെൽ ആകൃതിയിലുള്ള വക്രം, മിശ്ര വക്രം. അതായത് S ആകൃതിയിലുള്ളത്. ഏതായിരിക്കും ആൻസർ? കോൺവെക്സ് വക്രം സൂചിപ്പിക്കുന്നത്? ആൻസർ ബി ആണ്, ഋണപര പഠന വക്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ച ഓർമ്മ ഏതു ഗണത്തിൽ ഉൾപ്പെടുന്നു? ഡിക്ലറേറ്റീവ് മെമ്മറി, സെമാന്റിക് മെമ്മറി, പ്രൊസീജറൽ മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ച ഓർമ്മ ഏത് ഗണത്തിലാണ് പെടുന്നതെന്ന്? ഏതിലായിരിക്കും? ആൻസർ സി ആണ്, പ്രൊസീജറൽ മെമ്മറി. അടുത്ത ചോദ്യം, എറിക്സന്റെ അഭിപ്രായത്തിൽ അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടിയുടെ സാമൂഹിക വികാസ ഘട്ടം. എറിക്സന്റെ അഭിപ്രായത്തിൽ അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടിയുടെ സാമൂഹിക വികാസ ഘട്ടം ഏതാണെന്ന്? വിശ്വാസം, അവിശ്വാസം, സ്വേച്ഛാപ്രതികരണം, സംശയം, ആത്മബന്ധം, ഏകാദിത്വം, കർമ്മോത്സുകതയും അപകർഷതയും. ഏതായിരിക്കും? ആൻസർ ഡി ആണ്, കർമ്മോത്സുകതയും അപകർഷതയും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മൊത്തം വിലയിരുത്തലിന് പറയാവുന്നത്? സ്വയം ആദരവ്, അഹംബോധം, ആത്മസാക്ഷാത്കാരം, സ്വാർത്ഥത. ഏതായിരിക്കും സ്വയം വിലയിരുത്തുന്നത്? ഓപ്ഷൻ ബി ആണ്, അഹംബോധം. അടുത്ത ക്വസ്റ്റ്യൻ, നല്ല ആൺകുട്ടി, നല്ല പെൺകുട്ടി എന്ന് പറയിക്കാനുള്ള ശ്രമം നൈതിക വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ഈ ആശയം ഉന്നയിച്ചത്? എറിക്സൺ, സ്കിന്നർ, പിയാഷെ, കോൾബർഗ്. ആരായിരിക്കും? ആൻസർ ഡി ആണ്, കോൾബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ പ്രത്യേക സംഭവങ്ങൾ രേഖപ്പെടുത്തി സ്കൂളിൽ സൂക്ഷിക്കുന്ന ശേഖരം അറിയപ്പെടുന്നത്? അനക്ടോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ലോഗ് ബുക്ക്, ക്ലിനിക്കൽ റെക്കോർഡ്. ആൻസർ എ ആണ്, അനക്ടോട്ടൽ റെക്കോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ബോധന രീതിയിലാണ് അധ്യാപിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി വ്യത്യസ്ത സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്? ട്വൽ ടീച്ചിങ് മോഡൽ, റിസോഴ്സ് മോഡൽ, ഇൻഡിനന്റ് ടീച്ചിങ് മോഡൽ, ഇൻക്ലൂസീവ് മോഡൽ. ആൻസർ സി, ഇൻഡിനന്റ് ടീച്ചിങ് മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, PWD ആക്ട് നിലവിൽ വന്ന വർഷം? 1995, 1999, 2009, 2011. ഏതായിരിക്കും? ആൻസർ എ, 1995.
അടുത്ത ക്വസ്റ്റ്യൻ, രമ എന്ന പെൺകുട്ടിക്ക് 10 വയസ്സ് പ്രായമുണ്ട്. അവളുടെ മാനസിക വയസ്സ് അതായത് മെന്റൽ ഏജ് 6 ഭൗതിക നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഏത് കൂട്ടത്തിൽ പെടുന്നു? പ്രതിഭാധന, ശരാശരിക്ക് മുകളിൽ, ശരാശരി, ശരാശരിക്ക് താഴെ. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, ശരാശരിക്കും താഴെ. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഐക്യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? MA/CA × 100 ഇടുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ. അടുത്ത ചോദ്യം, ചേർത്ത് എഴുതുക. ഉത് പ്ലസ് മുഖം. ഏതായിരിക്കും ആൻസർ? ഉത് പ്ലസ് മുഖം. ആൻസർ ബി ആണ്, ഉന്മുഖം. അടുത്ത ചോദ്യം, വിനയച്ചത്തിന് ഉദാഹരണം ഏത്? വരുന്നയാൾ, കുട്ടി, കൊല്ലുന്ന രാജാവ്, കാണാൻ പോയി. വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാണാൻ പോയി. അടുത്ത ക്വസ്റ്റ്യൻ, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണവും വർണ്ണവും, പിഞ്ഞാണത്തിന്റെ വർണ്ണം, പിഞ്ഞാണം പോലുള്ള വർണ്ണം, പിഞ്ഞാണത്തിലെ വർണ്ണം. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ്, പിഞ്ഞാണത്തിന്റെ വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. വേഗത്തിൽ കഴിക്കുക, ശ്ലോകം ഉരുവിടുക, രുചിച്ചു കഴിക്കുക, ചുരുക്കി പറയുക. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ചുരുക്കി പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്ത്? എങ്ങനെയെങ്കിലും, പ്രശംസ, മഹാവിജയം, വിജയശ്രീലാളി. ആൻസർ എ ആണ്, എങ്ങനെയെങ്കിലും. അടുത്ത ക്വസ്റ്റ്യൻ, യഥാവിധി വിഗ്രഹിച്ച് എഴുതുക. യഥയുടെ വിധി, വിധി എങ്ങനെയോ അങ്ങനെ, യഥയാകുന്ന വിധി, യഥ പോലെയുള്ള വിധി. ആൻസർ ബി, വിധി എങ്ങനെയോ അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? കയ്യാമം. കയ്യാമം നിങ്ങൾ കൂട്ടുകാരനെ വായിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിനി വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ് കേട്ടോ, കയ്യാമം. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. കണ്ണീർ പാടം. ആൻസർ സി ആണ്, കണ്ണീർ പ്ലസ് പാടം. അടുത്ത ക്വസ്റ്റ്യൻ, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന് സമാന പദം എടുക്കുക. സന്തോഷദാനം, സന്തോഷപ്രദം, സന്തോഷപ്രദാനം, സന്തോഷദായകം. ഏതായിരിക്കും ആൻസർ? സന്തോഷപ്രദം. ഓപ്ഷൻ ബി ആണ്, സന്തോഷപ്രദം. അടുത്ത ക്വസ്റ്റ്യൻ, പറയുന്ന ആൾ ഒറ്റപ്പദം ഏത്? വിവക്ഷിതാവ്, വക്താവ്, പ്രേഷിതൻ, പ്രയോക്താവ്. ആൻസർ ഏതാണ്? പറയുന്ന ആൾ ഒറ്റപ്പദം. ഓപ്ഷൻ ബി ആണ്, വക്താവ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.